ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 MCQ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കാണണം. 10 MCQs എന്ന് പറയുമ്പോൾ 2 ചാപ്റ്റേഴ്സിലും കൂടിയാണ്. പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ് പവർ ഷെയറിംഗ് ആൻഡ് ഫെഡറലിസം. ഈ 2 ചാപ്റ്ററിലും കൂടിയുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗം കൂടിയാണ് MCQ ക്വസ്റ്റ്യൻ. എങ്ങനെ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ഒരുപോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത്, ചോയ്സസ് ഒക്കെ വരുന്ന സമയത്ത് എന്തായിരിക്കും, ഇതിനെങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക എന്നുള്ള ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മക്കൾ എപ്പോഴും വരുന്നൊരു ഭാഗമാണ് MCQ. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ റോൺ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് MCQയിൽ അങ്ങനെ ഒരു പൊടിക്കൈകളും ചേർക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അതിൻ്റെ റിയൽ ആൻസർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിനും ഇതുപോലെ MCQs ഒക്കെ ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസ്ത്ര ബാച്ചിലുള്ള മക്കൾക്കറിയാം, നമ്പർ ഓഫ് MCQs അവർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിനും പറയുകയാണെങ്കിൽ പവർ ഷെയറിങ്ങിലാണെങ്കിലും ഫെഡറലിസത്തിലാണെങ്കിലും അവർക്ക് ഏകദേശം 60ഓളം MCQ 2 ചാപ്റ്ററും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അവരെന്ത് ചെയ്തിട്ടുണ്ട്, MCQ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള മക്കൾ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ കണ്ടില്ലേ, നമ്പർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ഉറപ്പുവരുത്തുക കേട്ടോ. ആ നമ്പർ ഇപ്പോൾ എൻ്റെ കയ്യിൻ്റെ അടുത്ത് കൂടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അസ്ത്ര എന്നുള്ളതാണ് 10th CBSE മക്കൾക്ക് കൂടിയിട്ടുള്ള ബാച്ച്. 3499 രൂപയാണ് ഈ ഒരു ബാച്ചിന് ഒരു വർഷത്തേക്ക് വരുന്ന ഫീസ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ യൂണിറ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. യൂണിറ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതാണ് ഇതിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് 4 എന്താ പറയുക ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്, 4 ചോയ്സ് ആണ് തന്നിട്ടുള്ളത്. ബെൽജിയം ഉണ്ട്, ശ്രീലങ്കയുണ്ട്, ദെൻ ബോത്ത് ശ്രീലങ്ക ആൻഡ് ബെൽജിയം വരുന്നുണ്ട്. ദെൻ ഇതൊന്നും എന്താ പറയുക, ഇതൊന്നും അല്ല എന്നുള്ളതും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെങ്കിൽ അറിയേണ്ടതാണ്. ആൻസർ എന്ന് പറയുന്നത് മറ്റേതുമല്ല, നമുക്കറിയാൻ പറ്റും, ശ്രീലങ്കയാണ്. ഓക്കെ, ശ്രീലങ്കയാണ് യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഈ ബെൽജിയം ആദ്യം അതായിരുന്നെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. യൂണിറ്ററിയിൽ നിന്നും എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഫെഡറൽ സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ശ്രീലങ്കയാണ്. ശ്രീലങ്ക ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. ഇതിലേതാണ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ രാജ്യം അതിൻ്റെ പാർട്ടികൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അത് ഏത് തന്നെയാണ്, നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എക്സാമ്പിൾ വരുന്നത് ഓപ്ഷൻ എ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ഉണ്ട്, US ഉണ്ട്, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും ഇന്ത്യയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ഇതിൽ ഏതാണ് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ യൂണിറ്റുകളും കൂടി അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകളൊക്കെ കൂടി എന്ത് ചെയ്യാണ്, ആസ് ഒരു ബിഗ് യൂണിറ്റായി മാറുന്നതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അവിടെ പവർ കൂടുതലായിരിക്കും ഓരോ സ്റ്റേറ്റും, പവർ കൂടുതലുള്ള ഈക്വൽ പവേഴ്സ് ആയിരിക്കും ഓരോ സ്റ്റേറ്റിനും എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ഏതാണ് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അവിടെ ആൻസർ പറയാൻ പറ്റും. മറ്റേതുമല്ല, USA ആണ്, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ് അവിടെ എന്ത് വരാം, റൈറ്റ് ആൻസർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ 4th MCQ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും: ഹു ഹാസ് ദ പവർ ടു മേക്ക് ലോസ് ഓൺ റെസിഡ്യൂവൽ സബ്ജക്ട്. റെസിഡ്യൂവൽ സബ്ജക്റ്റിൽ ആർക്കാണ് ലോ മേക്ക് ചെയ്യാനുള്ള പവർ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, യൂണിയൻ ഗവൺമെൻറ്റിനാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള പവർ നമ്മൾ ഓൾറെഡി 3 ലിസ്റ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇങ്ങനെ 3 ലിസ്റ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ലിസ്റ്റിലും ഓരോ ആളുകൾക്കുള്ള പവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന റെസിഡ്യൂവൽ സബ്ജക്ട്സ് ആർക്കുള്ളതാണ്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇതായിരുന്നു നമ്മുടെ 4th ക്വസ്റ്റ്യൻ. ഇനി 5th നമുക്ക് പോകാം. When power is taken away from central and state government and given to the local government, it is called. പവർ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും ലോക്കൽ ഗവൺമെൻറ്റിലേക്കും കൊടുക്കുന്ന സിസ്റ്റത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡിസ്ട്രിബ്യൂഷൻ ആണോ, സെൻട്രലൈസേഷൻ ആണോ, റീഓർഗനൈസേഷൻ ആണോ, ഡീസെൻട്രലൈസേഷൻ ആണോ? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഡീസെൻട്രലൈസേഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരാം കേട്ടോ. അധികാര വികേന്ദ്രീകരണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, വേണ്ട ഇംഗ്ലീഷിൽ മതി. ഡീസെൻട്രലൈസേഷൻ ഇസ് ദ റൈറ്റ് ആൻസർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
Next question. In Belgium, out of the total population, 59% live in the Flemish region and speak dash language എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, 59% ഫ്ലെമിഷ് റീജിയനിലുള്ള 59%ഉം എന്ത് ലാംഗ്വേജ് സ്പീക്കേഴ്സ് ആണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് ലാംഗ്വേജ് ആണ് അവർ സംസാരിക്കുന്നത്? ഡച്ച് ആണോ, ഫ്രഞ്ച് ആണോ, ഇംഗ്ലീഷ് ആണോ, ജർമ്മൻ ആണോ? ഡച്ച് ആണോ, ഫ്രഞ്ച് ആണോ, ഇംഗ്ലീഷ് ആണോ, ജർമ്മൻ ആണോ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ കൊടുക്കാം. ഡച്ച് സ്പീക്കേഴ്സ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഡച്ച് ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ഇലക്റ്റഡ് ബൈ പീപ്പിൾ ബിലോങ്ങിങ് ടു വൺ ലാംഗ്വേജ് കമ്മ്യൂണിറ്റി, ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ സ്പീക്കിംഗ്, നോ മാറ്റർ വേർ ദേ ലിവ്. ദിസ് ഗവൺമെൻറ് ഈസ് ദ പവർ റിഗാർഡിംഗ് കൾച്ചർ, എഡ്യൂക്കേഷൻ ആൻഡ് ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പോൾ ഇത് എവിടെയാണ്? ബെൽജിയത്തിലാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഏത് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആണ്? ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ആണോ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ആണോ, സെൻട്രൽ ഗവൺമെൻറ് ആണോ? ഒരു സംശയവുമില്ലാതെ മക്കൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആൻസർ കൊടുത്തിട്ടുണ്ടാവും. യെസ്, റൈറ്റ് ആൻസർ ഈസ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഈസ് റൈറ്റ് ആൻസർ. 7ാമത്തെ ക്വസ്റ്റ്യനുള്ള കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ആണ്. ബെൽജിയം കൊണ്ടുവന്നിട്ടുള്ള ഒരു എന്താ പറയുക, പവർ ഷെയറിങ്ങിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അക്കോമഡേഷൻ ഏറ്റവും എക്സാമ്പിൾ, എത്നിക് ഡൈവേഴ്സിറ്റി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ആയിരുന്നു ബെൽജിയത്തിൻ്റെ കേസിൽ. ഓക്കെ, ഇനി ഡാഷ് മീൻസ് എ സോഷ്യൽ ഡിവിഷൻ ബേസ്ഡ് ഓൺ ഷെയർഡ് കൾച്ചർ. എത്നിക് ആണോ, അല്ലെങ്കിൽ ഡെമോക്രസി ആണോ, സെക്യുലറിസം ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? എത്നിക് ആണ്. ഓക്കെ, എത്നിക് ആണ് അവിടെ വരുന്ന സോഷ്യൽ ഡിവിഷൻ വരുന്നത്. എത്നിക് ആണ്. എത്നിക് ഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ 9th ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. യെസ്, out of the total population of Belgium, dash of people live in the Wallonia region and speak French. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്ലെമിഷ് റീജിയൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആയിട്ട് വരുന്നത്, വെലോണിയ റീജിയനിൽ ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആയിട്ട് വരുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് എന്ന ചോദ്യത്തിന് മക്കൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഓപ്ഷൻ എ തന്നെയാണ്. 40% ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ 40% ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് a violent conflict between opposing groups within a country that becomes too intense that it appears like a war. Civil war ആണോ, പ്രോക്സി വാറാണോ, കൊളോണിയൽ വാറാണോ, നൺ ഓഫ് ദ എബോ ആണോ? ഇതിൻ്റെ ആൻസേഴ്സ് എന്ത് ചെയ്യാം മക്കൾ? ലാസ്റ്റ് ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, നിങ്ങളൊരു ക്ലാസ് കണ്ടതിന് ശേഷം എന്താണ് ആൻസർ എന്നുള്ളത് എന്ത് ചെയ്യുക? എല്ലാ മക്കളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാ മക്കളും അസ്ത്രയോടൊപ്പം ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് പഠിച്ചു മുമ്പേറാം. അപ്പോൾ നമുക്ക് എല്ലാ മക്കളും എന്ത് ചെയ്യുക? അടിച്ചു പൊളിച്ച് പഠിക്കുക. താങ്ക് യു, ബൈ.